ഗുരുവോം തത്സത്. നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം. മഹാഗുരുവിൻ്റെ ശിവശതകത്തിന് പൂജനീയ ഗുരു മുനിനാരായണ പ്രസാദ് രചിച്ച വ്യാഖ്യാനം. മന്ത്രം 12. ഓം അരവവുമെല്ലും ഇടയ്ക്കിടയ്ക്കണിഞ്ഞും കരിമുകിൽ കണ്ടു കുനിഞ്ഞിടും കഴുത്തും വരദമഭീതി കുരംഗശൂല പാണിത്തിരുമലർന്നാലും അണിഞ്ഞു കാണണം തേ. അരവവുമെല്ലും, പാമ്പും എല്ലുകൊണ്ടുള്ള മാലയും, ഇടയ്ക്കിടയ്ക്കണിഞ്ഞും ഇടകലർത്തി അണിഞ്ഞും കരിമുകിൽ കണ്ടു കുനിഞ്ഞിടും കഴുത്തും. കണ്ടിട്ട് കാർമേഘം കുനിഞ്ഞ് നമസ്കരിച്ചു പോകുന്ന തരത്തിൽ കറുപ്പുള്ള കഴുത്തും. വരദം അഭീതി കുരംഗശൂല, വരദം അഭീതി അല്ലെങ്കിൽ അഭയം എന്നീ മുദ്രകളോടും മാൻ ശൂലം എന്നിവയോടും കൂടി വർത്തിക്കുന്ന പാണിത്തിരുമലർ 4 കൈകളാകുന്ന ആ ദിവ്യമായ പൂക്കൾ 4 അണിഞ്ഞു കാണണം തേ, അണിഞ്ഞു നിൽക്കുന്നതായി നിന്നെ കാണുമാറാകണം. പാമ്പ്, അസ്ഥിമാല എന്നിവ ഇടകലർത്തി അണിഞ്ഞിരിക്കുന്ന നിന്റെ കഴുത്ത് കാണുവാൻ ഇടയായ കാർമേഘം വിനയപൂർവം കുനിഞ്ഞ് നിന്നെ നമസ്കരിച്ചു പോകുന്നു. 4 കൈകളാകുന്ന തിരുമലരുകളിൽ 2 വരദം അഭയം എന്നീ മുദ്രകളും മറ്റു 2 മാൻ ശൂലം എന്നിവയുമുണ്ട്. അങ്ങനെയുള്ള കൈകളാകുന്ന 4 പൂക്കളും അണിഞ്ഞ സ്വരൂപത്തിൽ നിന്നെ കാണുമാറാകണം. നിന്റെ സമ്പത്തുകളിൽപ്പെട്ടതാണ് പാമ്പ്, കപാലമാല, മാൻ, ശൂലം എന്നിവ. ഇതിനെ സംബന്ധിച്ചൊരു പുരാണ കഥയുണ്ട്. ഭിക്ഷുവേഷത്തിൽ കാണാനിടയായ നിന്നെ ഒരിക്കൽ ചില ഋഷിപത്നിമാർ കണ്ട് മോഹിക്കുകയുണ്ടായി. ഇത് കണ്ട് ഋഷിമാർ ക്ഷുഭിതരായി. അവർ നിന്നെ കൊല്ലുവാൻ തീരുമാനിച്ചു. അവർ അതിനുവേണ്ടി ഒരു വലിയ കുഴി കുഴിച്ചു. അതിൽ നിന്നും അപ്പോൾ ഒരു വ്യാഘ്രം പൊന്തി വന്നു. നീ അതിനെ കൊന്ന് അതിൻ്റെ തോല് വസ്ത്രമാക്കി എടുത്തുടുത്തു. അതിൻ്റെ പിറകെ ഒരു മാൻ പൊന്തി വന്നു. നീ അതിനെ ഇടത് കൈയിൽ വഹിച്ചു. അതിനു പിന്നാലെ ചുട്ടുപഴുത്ത ഒരു ഇരുമ്പ് വടി വന്നു. നീ അതിനെ ആയുധമാക്കി കയ്യിലെടുത്തു. ഒടുവിൽ പാമ്പുകളും ഇറങ്ങി വന്നു. അവയെ നീ ആഭരണമാക്കി. നിന്നിൽ ഋഷിപത്നിമാർക്കുണ്ടായ മോഹം കേവലം കാമവികാരമായിരുന്നു എന്നല്ല ഇവിടെ കരുതേണ്ടത്. നിന്നിൽ ഋഷിപത്നിമാർക്കുണ്ടായ മോഹം കേവലം കാമവികാരമായിരുന്നു എന്നല്ല ഇവിടെ കരുതേണ്ടത്. നീ പരമ്പൊരുൾ തന്നെയാണ്. അതിനോടുണ്ടായ ആഭിമുഖ്യമാണ് ഋഷിപത്നിമാർക്ക് ഉണ്ടായ കാമാവേശം. എന്നാൽ അത് മനസ്സിലാക്കുവാനുള്ള കഴിവ് അവരുടെ ഭർത്താക്കന്മാർക്കില്ലാതെ പോയി. അവർ അതിനെ വെറും കാമാവേശമായി എണ്ണി. അതിനെ ലൗകികമായ രീതിയിൽ നേരിടുവാൻ ഋഷിമാർ ശ്രമിച്ചു. ലോകസാധാരണമായ കരണങ്ങളും പ്രതികരണങ്ങളും പരമമായ പൊരുളിൻ്റെ തലത്തിൽ പ്രസക്തിയുള്ളതല്ല. അതവിടെ വില പോവുകയുമില്ല. അതേസമയം പരമമായ സത്യത്തിൻ്റെ ഭാവസ്ഫുരണങ്ങൾ എന്ന നിലയിൽ ഒഴിവാക്കാനാവാത്തതുമാണ്. അതെല്ലാം പരമ്പൊരുളിന് അലങ്കാരമായിരിക്കുന്നതേയുള്ളൂ. എന്നാൽ ലോകസാധാരണമായ ദൃഷ്ടി വെച്ച് നോക്കുമ്പോൾ എല്ലാ പ്രതികരണങ്ങളും നിഷ്ഫലമായി എന്ന തോന്നലുണ്ടാകും. അതാണ് ഈ കഥയിലെ സൂചന. ഇതിൽ കണ്ട ഓരോന്നും പ്രതീകാത്മകമാണ്. വ്യാഘ്രം ശൂരത്വത്തിൻ്റെ പ്രതീകമാണ്. നമ്മൾ എത്ര ശൂരത്വം കാണിച്ചാലും അതൊന്നും ദൈവത്തിൻ്റെ മുമ്പിൽ ശൂരത്വമാകില്ല. ദൈവം അതിനെ കാണുന്നത് നിന്റെ ശൂരത്വം എനിക്ക് ഒരുടയാടയല്ലേ ആകുന്നുള്ളൂ എന്നായിരിക്കും. നമ്മുടെ ശൂരത്വം ഒന്നുമല്ലാതായി തീരുന്നത് കാണിക്കുവാനായി വ്യാഘ്രത്തെ കൊന്നു എന്ന് പറഞ്ഞു. അത് ദൈവത്തിന് അഥവാ പരമ്പൊരുളിന് ഉടയാടയായി എന്ന് കാണിക്കാനായി അതേ വ്യാഘ്രത്തിൻ്റെ തോല് ഉരിച്ചെടുത്ത് നീ വസ്ത്രമാക്കിയെന്ന് പറഞ്ഞു. അരവം പാമ്പാണ്. ചീറ്റുന്നത് കൊണ്ടാണ് പാമ്പിനെ അരവം എന്ന് വിളിക്കുന്നത്. ചീറ്റൽ മുന്നോട്ട് പ്രയാണം ചെയ്യാനുള്ള ഉദ്വേഗത്തെയാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ള പാമ്പിനെ നീ മാലയാക്കി അണിഞ്ഞിരിക്കുന്നു.
അതിനോടൊപ്പമുള്ള മറ്റൊരു മാലയാണ് എല്ലുകൊണ്ടുള്ളത്. ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയുടെ നേരെ മറുവശമായ മരണത്തെയാണ് എല്ല് സൂചിപ്പിക്കുന്നത്. അതും നിനക്ക് ആഭരണം തന്നെ. ചുരുക്കത്തിൽ, ജീവിതത്തെയും മരണത്തെയും ഒരുപോലെ സ്വസ്വരൂപത്തിന് ഭൂഷണമാക്കിയിരിക്കുന്നവനാണ് നീ. ജീവിതവും മരണവുമെന്ന പ്രതിഭാസങ്ങളില്ലെങ്കിൽ സത്യമുണ്ടായിരിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല. സത്യത്തിൻ്റെ സ്വരൂപം പ്രകടമായി തീരുന്നതാകട്ടെ ജനന മരണങ്ങളുടെ രൂപത്തിലാണ്. ജീവിതവും മരണവും ഇണങ്ങി നിൽക്കുന്നത് ഒരേ പൊരുളിലാണെന്ന് അർത്ഥം. ആ പൊരുളാണ് നീ. നിന്റെ കഴുത്ത് നീല നിറമുള്ളതാകാൻ ഇടയായ കഥ ഞങ്ങൾക്കറിയാം. കാളകൂടവിഷം വിഴുങ്ങിയവനാണ് നീ. കാളകൂടവിഷം വിഴുങ്ങിയവനാണ് നീ. അമൃതിനു വേണ്ടിയുള്ള പരിശ്രമത്തിനിടയിലാണ് വാസുകിയുടെ വായിൽ നിന്നും കാളകൂടം പുറത്തു ചാടിയത്. തിന്മ സഹിക്കാതെ നന്മ കൈവരുകയില്ല. കയ്പ് അനുഭവിക്കാതെ മധുരവും അനുഭവമാവുകയില്ല. എന്നു തന്നെയുമല്ല, മധുരത്തിൻ്റെ മാധുര്യം ആസ്വദിക്കണമെങ്കിൽ കയ്പ് അനുഭവിച്ചറിഞ്ഞിരിക്കണം. നന്മയുടെ മേന്മ അറിയണമെങ്കിൽ തിന്മ അനുഭവിച്ചിരിക്കണം. മരണമില്ലെങ്കിൽ അമൃതം വേണമെന്ന് ആരും ആഗ്രഹിക്കില്ല. അമൃതം ലഭിക്കണമെങ്കിൽ മരണത്തെ അതിജീവിക്കണം. മരണത്തിൻ്റെ പ്രതീകമാണല്ലോ വിഷം. മരണത്തെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കാതിരിക്കുക എന്നല്ല അർത്ഥം. മരണം എന്നതിനെ സത്യത്തിന് സഹജമായ അതിൻ്റെ ഭാവരൂപം എന്ന നിലയിൽ ഉൾക്കൊള്ളണം. അങ്ങനെ ഉൾക്കൊള്ളുന്നവനാണ് ജീവിതത്തിൻ്റെ അർത്ഥം പൂർണ്ണമായി ഗ്രഹിക്കുന്നവൻ, പൂർണ്ണമായ അർത്ഥത്തിൽ ജീവിക്കുന്നവൻ. ആ പൂർണ്ണത കൈവരിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്നറിഞ്ഞുകൂടാ. ഏതായാലും നീയുണ്ട്, നീ പൂർണ്ണനാണ്. അതുകൊണ്ട് നിന്റെ കഴുത്ത് കറുത്തിരിക്കുവാൻ ഇടയായി. ഇത്രയും ആഴത്തിലുള്ള അർത്ഥമുള്ള കറുപ്പിനെ കാണുമ്പോൾ കാർമേഘത്തിൻ്റെ കറുപ്പിന് ആദരവ് തോന്നുന്നു. സാധാരണഗതിയിൽ സുന്ദരമായ കറുപ്പിൻ്റെ പ്രതീകമാണ് കാർമേഘം. നിന്റെ 2 കൈകളിൽ വരദമുദ്രയും അഭയമുദ്രയും ഉണ്ട്. വരദം, അഭയം എന്നിവ ഭാരതത്തിലെ വിഗ്രഹഭാഷയിലെ 2 പ്രധാന മുദ്രകളാണ്. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അഭിലാഷങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം ലഭിക്കണം. അത് ലഭിക്കുന്നതിനുള്ള ഉറവിടം മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാം സൃഷ്ടിക്കുകൂടി കാരണമായ ഉറവിടം തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും ആ ഉറവിടത്തിനോട് വരദാനത്തിനു വേണ്ടി അപേക്ഷിച്ചു പോകുന്നു. ആ വരം കൊടുക്കാൻ എപ്പോഴും തയ്യാറായി നിൽക്കുന്നവനാണ് ദൈവം എന്ന സങ്കല്പത്തിൽ വിഗ്രഹത്തിലെ ഒരു കൈ വരദമുദ്രയോട് കൂടിയതായി ഇരിക്കുന്നു. അതിനു നേരെയുള്ള മറുകൈയിൽ കാണുന്നത് അഭയമുദ്രയാണ്. ഭയത്തിൽ നിന്നുള്ള രക്ഷയാണ് മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്ന മറ്റൊന്ന്. അതും ലഭിക്കേണ്ടത് അതേ ഉറവിടത്തിൽ നിന്ന് തന്നെയാണ്. കടലിൽ നിന്നും തിര വേറെയല്ല, കളിമണ്ണിൽ നിന്നും കുടം വേറെയല്ല, സകലതിനും കാരണമായിരിക്കുന്ന പൊരുളിൽ നിന്നും ഞാനും വേറെയല്ല. ഈ സത്യം ഉള്ളിൽ ഉണർന്നു കഴിയുമ്പോൾ വരങ്ങൾ ലഭിക്കണമെന്ന ആഗ്രഹവും ഒപ്പം ഭയങ്ങളും സ്വയം ഇല്ലാതാകും. അഥവാ എല്ലാ വരങ്ങളും അഭയവും ലഭിച്ച അനുഭവം ഉണ്ടാകും. ഈ അനുഭവം ഉണ്ടാകുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് അഭയവരദ മുദ്രകൾ. ശൈവ സമ്പ്രദായ പ്രകാരം എല്ലാ ജീവികളും പശുക്കളാണ്. പശു എന്നാൽ മൃഗം, മൃഗം തന്നെയാണ് മാൻ. അതുകൊണ്ട് ജീവികളുടെ എല്ലാം പ്രതീകമായി തീർന്നു മാൻ. ആദിമമായ സത്യത്തിലുണ്ടായ ആദിമമായ കാമമാണല്ലോ പ്രപഞ്ച സൃഷ്ടിക്കും അതിലെ ജീവികളുടെ സൃഷ്ടിക്കുമൊക്കെ കാരണം. അതൊരു വെറും കാമമല്ല, എന്നാൽ ഋഷിമാർ അതിനെ വെറും കാമമായി കണ്ടു. ആ കാമത്തോടുള്ള പ്രതികരണത്തിൽ നിന്നും ഋഷിമാർ ഒരു പാഠം പഠിച്ചു. സകല ജീവികളുടെയും ഉത്ഭവം ആ കാമത്തിൽ നിന്നാണെന്ന്. സൃഷ്ടിയോടൊപ്പമാണ് സംഹാരം നടക്കുന്നത്. സംഹാരത്തിനുള്ള ആയുധമാണ് ശൂലം. ഏത് കാമം മുഖാന്തരമാണോ സൃഷ്ടി ഉണ്ടായത്, അതേ കാമം തന്നെയാണ് സംഹാരം നടത്തുന്നതും. അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ അതിലൊരു പൊരുത്തക്കേടുള്ളതായി തോന്നും. അത്തരം പൊരുത്തക്കേടുകൾ ഉള്ളതുകൊണ്ടാണല്ലോ ജീവിതം ഒരു അത്ഭുതമായി തീർന്നിരിക്കുന്നത്. നിന്റെ ആയുധമാണല്ലോ ത്രിശൂലം. 3 മുനയുള്ള ഒരു ദണ്ഡാണ് ത്രിശൂലം. പ്രകൃതിയിലെ എല്ലാ വികൃതികൾക്കും കാരണം അതിലെ ത്രിഗുണങ്ങളാണ്. 3 ഗുണങ്ങളെയും ഒരുമിച്ച് അതിക്രമിച്ച് അപ്പുറത്ത് പോയാലേ വികൃതികൾക്കപ്പുറമുള്ള അകൃതി കണ്ടെത്തി സുകൃതിയാകാൻ കഴിയൂ. ഈ വികൃതി സംഹാരത്തിനുള്ള ആയുധം ജ്ഞാനമല്ലാതെ മറ്റൊന്നുമല്ല. ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന എന്ന്
ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ അർജുനനോട് ഉപദേശിക്കുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ വേദങ്ങൾ ത്രിഗുണങ്ങൾക്ക് വിധേയമാണ്, എന്നാൽ നീ ത്രിഗുണാതീതനായി തീരണം. വേദങ്ങൾ ത്രിഗുണങ്ങൾക്ക് വിധേയമാണ്, എന്നാൽ നീ ത്രിഗുണാതീതനായി തീരണം. ത്രിഗുണാതീതനായി തീരാനുള്ള ആയുധത്തിൻ്റെ പ്രതീകമാണ് ത്രിശൂലം. ചുരുക്കത്തിൽ നീ കഴുത്തിലണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളിലും കയ്യിൽ ധരിച്ചിരിക്കുന്ന പ്രതീകങ്ങളിലുമെല്ലാം ഞാൻ കാണുന്നത് ഒരേ ജ്ഞാനത്തിൻ്റെ പല മുഖങ്ങൾ തന്നെ. ഇങ്ങനെ എത്ര മുഖങ്ങൾ ഉണ്ടെന്ന് പറയാനാവുകയില്ല ജ്ഞാനത്തിന്. എത്ര മുഖം കണ്ടെത്തിയാലും ഏകമായ ജ്ഞാനത്തിന് അതൊക്കെ ഒരു അലങ്കാരമാണ്. ഇങ്ങനെയുള്ള അലങ്കാരങ്ങളോടുകൂടി എനിക്ക് നിന്നെ എപ്പോഴും കാണുമാറാകണം. ഗുരു ഓം തത്സത്ത്.